ആരോഗ്യ മേഖലയിലും വളരെ പ്രതീക്ഷയിലാണ്. കാളികാവ് ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് ഓഫീസിന്റെ കീഴിലാണെങ്കിൽ പോലും 24 മണിക്കൂർ ഡോക്ടർ സേവനം ലഭ്യമാക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഒരുപാട് നമ്മൾ ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ കാളികാവ് ആരോഗ്യ കേന്ദ്രം. അപ്പോൾ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം മുമ്പ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ? പണ്ട് കാലത്തുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഗൈനക്കോളജി ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഈ നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം ഈ സാധാരണക്കാർക്ക് നിലമ്പൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ വണ്ടൂര് പോകാനുള്ള ബുദ്ധിമുട്ട് നോക്കുമ്പോൾ ഇവിടെ തന്നെ അവർ വേണ്ട കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടാനൊക്കെ. അപ്പോൾ ഈ ഒരു ആവശ്യം, ഒന്നാമത് രാത്രി നമുക്കൊരു ഡോക്ടർ സേവനം കിട്ടാനും ഒരു കാഷ്വാലിറ്റി കിട്ടണമെങ്കിൽ വേണ്ട സംവിധാനങ്ങൾ വേണമെങ്കിൽ ഒരു ടീം ഡോക്ടേഴ്സും പിന്നെ അനുബന്ധമായിട്ട് നേഴ്സുമാർ വേണം, ലാബിൻ്റെ ആട് വേണം, ഫാർമസി വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൽ ഇടപെട്ട ഒരാളായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കഴിഞ്ഞ ടൈമിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു നിവേദനം നമ്മുടെ പ്രസിഡന്റ് മുഖാന്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് രാത്രിക്കൊരു ഡോക്ടറെ കിട്ടും. കാരണം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം പല അസുഖങ്ങളും രാത്രി വന്ന് വഴിമധ്യേ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവാണ്. കാരണം ഇവിടുന്ന് ഒന്നുകിൽ വണ്ടൂർ, കാരണം രാത്രി സമയങ്ങളിൽ നമുക്കിവിടെ കൃത്യമായ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തതുകൊണ്ട്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവർ വന്ന് ചെക്ക് ചെയ്ത് ഇവിടുന്ന് നോക്കി അയക്കുമ്പോഴത്തേക്കും പലരുടെ വഴിമധ്യേ നമ്മൾ ജീവൻ പൊരിയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിൽ ഞാൻ ഇപ്പോഴും പിന്നെ നമ്മളെ പ്രിയങ്ക ഗാന്ധി MP ചാർജ് എടുത്ത സമയത്ത് ഞങ്ങളെയൊക്കെ വിളിച്ചിരുന്നു. പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ വണ്ടൂർ വിളിച്ച് ഞങ്ങളോട് ഈ കഥകളൊക്കെ അന്വേഷിച്ചിരുന്നു. കാരണം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ നിങ്ങളാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ നിങ്ങൾ വേണം ഞങ്ങളെ അറിയിക്കാൻ. അപ്പോൾ ആ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സന്ദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആ മേഖലയിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റും. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ സഹായം കിട്ടും, MLAയുടെ സഹായം കിട്ടും. ആ രീതിയിൽ തീർച്ചയായിട്ടും ആ ഇടപെടലുണ്ടാവും.